ഹല്ലേലൂയ. ഈ ശബ്ദസീമയോളം എന്നെ കേൾക്കുന്ന ജനത്തോട് ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്. നീ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നിന്റെ ഭൂതകാലം എത്രത്തോളം ദുഷിക്കപ്പെട്ടതാണെന്ന് എനിക്കറിയത്തില്ല. അതെത്ര വേദനിപ്പിക്കുന്നതാണെന്ന്, അതെത്രത്തോളം ആരും അംഗീകരിക്കാത്തതാണെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നീ കളഞ്ഞിട്ട്, പഴയതിനെ കളഞ്ഞിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ നാറ്റം വച്ച് കിടക്കുന്ന അവസ്ഥകളെ മാറ്റി അതിനെ പുനഃസ്ഥാപിക്കുവാൻ എന്റെ ദൈവത്തിന് പറ്റും. ഇന്ന് ഈ സ്റ്റേജിലിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും വേറൊരു പണിയുമില്ലാത്തതുകൊണ്ടല്ല ഇവിടെ നിൽക്കുന്നത്. കാരണം ഞങ്ങൾ ഒരു അധികാരത്തിൽ നിന്ന് പറയുന്നത് കൊണ്ട്. ഇന്നിവിടെ ഞങ്ങൾ ആരും ഔദാര്യം പ്രാപിച്ചു നിൽക്കുന്നവരല്ല. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ ഇന്നിവിടെ ഒരു സാക്ഷ്യമുണ്ട്. ഒന്നും നടക്കത്തില്ലെന്ന് വിചാരിച്ചെടുത്ത് ഉയർത്തി മാനിച്ചു വെച്ചൊരു ദൈവത്തെ പറ്റി ഞങ്ങൾക്ക് പറയാനുണ്ട്. എനിക്ക് പറയാൻ ഒരു നന്മയുമില്ലാതിരുന്നപ്പോഴും, എനിക്ക് പറയാൻ ഒന്നുമില്ലാതിരുന്നപ്പോഴും, എനിക്കൊരു സമ്പത്തുമില്ലാതിരുന്നപ്പോഴും, കുപ്പയിൽ കിടന്നപ്പോഴും എന്നെ നോക്കി നീ മാറിക്കണമെന്ന് പറഞ്ഞു. ഓ ഹല്ലേലൂയ. ഇവിടെ ഒരു മതത്തെ പറയാനല്ല ഞാൻ വന്നത്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ മാറ്റി മറിക്കുന്ന, നിന്റെ ജീവിതത്തെ തിരുത്തി എഴുതാൻ പറ്റുന്ന, നിന്റെ ജീവിതത്തിൽ തെറ്റിപ്പോയി ഇനി രക്ഷയില്ല എന്ന് നീ പറഞ്ഞതിനെ എല്ലാം മാറ്റിയിട്ട് പുതിയത് എഴുതാൻ ശക്തിയുള്ള ഒരു ദൈവത്തെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ എന്റെ ജീവിതത്തെ ഈ ദൈവത്തിന് കൊടുക്കുകയാണ്? ഹല്ലേലൂയ. എത്ര പേര് ആ കർത്താവിനോടൊന്ന് പറയും, ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങൾക്കും ഒരവസാനമുണ്ട്. ഈ ലോകത്തിലെ എല്ലാ ഉടമ്പടികൾക്കും ഒരവസാനമുണ്ട്. അവസാനം മരണമാ. പക്ഷേ മരണപാശങ്ങളെ അഴിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റൊരു ദൈവം നമുക്കുണ്ട്. വചനം പറയുക, മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമാകുന്നു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമാകുന്നു. ഇന്ന് ലോകത്തിൽ എല്ലാവർക്കും ഭയം തോന്നുന്ന എന്തെന്ന് ചോദിച്ചാൽ മരണഭീതിയാ. പക്ഷെ ദൈവം പറയുക, ഈ ദൈവത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, യേശുവിനൊരു പ്രത്യേകത ഉണ്ട്. അവൻ മരണത്തെ പോലും ജയിച്ചൊരു യേശു അത്രേ. ഹല്ലേലൂയ. ഇന്ന് എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ, എല്ലാ കല്ലറയ്ക്കകത്തും ഒരു അന്ത്യം പറയുമ്പോൾ, ഇവന് പറയാനൊരു കാര്യമുണ്ട്, യേശുവിന് പറയാൻ കാര്യമുണ്ട്. ഇത് കല്ലറ കൊണ്ട് തീർന്നു പോകുന്ന ഒന്നല്ല. ഹല്ലേലൂയ. നീ ഇന്ന് മരിച്ചു മൺമറഞ്ഞാലും അതിന്റെ നടുവിൽ തീരുന്ന ഒരു ബന്ധമല്ല ഇത്. ഹല്ലേലൂയ. ഈ ബന്ധം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് പറയാമോ, എത്ര മരണത്തിന്റെ അവസ്ഥകൾ നിന്റെ ജീവിതത്തെ വരിഞ്ഞു മുറക്കിയാലും എന്റെ ദൈവം നിന്റെ ആയുസ് എത്ര എന്ന് എഴുതിയതിന്റെ അപ്പുറമോ ഇപ്പുറമോ ഒന്നിനും പറ്റത്തില്ല. നീ പറയ് നിന്റെ കുടുംബത്തിൽ നിന്ന് ഒന്നും നഷ്ടമാകത്തില്ല. അവർ ദീർഘായുസ് പ്രാപിക്കാതെ, അവർ ദീർഘായുസ് വരിക്കാതെ, ദീർഘായുസ് കൈവരിക്കാതെ എന്റെ കുടുംബത്തിൽ ഒന്നും നഷ്ടമായി പോകത്തില്ല. കാരണം നാം ആരാധിക്കുന്ന ദൈവം അവൻ മരണത്തിനും അധീനനായ ദൈവം അത്രേ. ഹല്ലേലൂയ. ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ ഇന്ന് ചോദിച്ച ദൈവത്തെ, മരണത്തിന്റെ രാജാവിനെ, മരണത്തിന്റെ ശത്രുവിനെ പോലും തകർത്ത ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാമോ? യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ.
കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ, യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി വിണ്ണില്ല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെങ്ങനെ കാത്തിരുന്നു. ഇനി വിണ്ണില്ല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെങ്ങനെ കാത്തിരുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു എപ്പോ ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു എപ്പോ ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു നകർന്നതാകയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു നകർന്നതാകയാ. ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നതായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കലാം. എന്നേശു ജീവിക്കുന്നതായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കലാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി വിണ്ണില്ല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെങ്ങനെ കാത്തിരുന്നു. ഇനി വിണ്ണില്ല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെങ്ങനെ കാത്തിരുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 ഹല്ലേലൂയ. ഈ ശബ്ദസീമയോളം എന്നെ കേൾക്കുന്ന ജനത്തോട് ഒരൊറ്റ
കാര്യം എനിക്ക് പറയാനുണ്ട്. നീ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. നിന്റെ ഭൂതകാലം എത്രത്തോളം ദുഷിക്കപ്പെട്ടതാണെന്ന് എനിക്കറിയത്തില്ല. അതെത്ര വേദനിപ്പിക്കുന്നതാണെന്ന്, അതെത്രത്തോളം ആരും അംഗീകരിക്കാത്തതാണെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നീ കളഞ്ഞിട്ട്, പഴയതിനെ കളഞ്ഞിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ നാറ്റം വച്ച് കിടക്കുന്ന അവസ്ഥകളെ മാറ്റി അതിനെ പുനഃസ്ഥാപിക്കുവാൻ എന്റെ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. നാറുന്ന അവസ്ഥകളെ, ഹല്ലേലൂയ, അയ്യോ സംഭവിച്ചു പോയല്ലോ, പുറത്തുനിന്ന് ഒരാൾ എത്തി നോക്കുമ്പോ നാറ്റം വച്ചു കിടക്കുന്ന ജീവിതങ്ങളെ നോക്കി ദൈവം എന്ന് പറയുക, നീ നിന്റെ അനുഭവിക്കുമായിരിക്കും, പക്ഷേ ഞാൻ ദൈവപുത്രൻ നിന്റെ മകനായിട്ട് ജനിക്കുവാൻ എനിക്കൊരു മടിയുമില്ല. ഓ രാഹാബേ, നിന്റെ നാറ്റം വെച്ച പഴയ ജീവിതത്തെ മാറ്റാൻ, അതിനെ ബാക്കിയുള്ളവരുടെ ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ എനിക്ക് പറ്റത്തില്ലായിരിക്കും. പക്ഷേ മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, എഴുതപ്പെട്ടവരിൽ അന്യജാതിക്കാരിയായ രാഹാബുണ്ട്. ഹല്ലേലൂയ. അവിടെ ഒരു രാഹാബുണ്ട്. ദൈവം അവളുടെ വിശ്വാസത്തെ മാനിച്ചതെങ്ങനെയാണെന്നറിയാമോ? രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ബോവസ് ആഭിധനവാനായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ബോവസ് ആഭിധനവാനായിരുന്നു അല്ലേ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? പറ, ബോവസ് അതിധനവാനായിരുന്നില്ലേ? യെസ്. ഹല്ലേലൂയ. ആമേൻ. എന്താ സംഭവിച്ചത്? യെരിഹോവിന്റെ പട്ടണ മതിലിൽ അതിദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന വേശ്യായിരുന്ന ഒരുവൾ ഒരൊറ്റ കാര്യം ചെയ്തു. അവൾ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഒരൊറ്റ കാര്യം. ഹല്ലേലൂയ. അവൾ മല കയറാമെന്ന് പറഞ്ഞില്ല. അവൾ വേറെ ഒന്നും ചെയ്യാം, അവളുടെ സ്റ്റൈല് മാറ്റാം അവൾ പറഞ്ഞില്ല. അവൾ ഒന്നും പറഞ്ഞില്ല. അവൾ ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവം എന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. എന്റെ ദൈവം, ഓ റാബാശാന്തന, നിങ്ങളുടെ ദൈവം അവൻ ഏക ദൈവം എന്ന് എനിക്ക് മനസ്സിലായി. അവൻ ജീവിതങ്ങളെ മാറ്റുന്ന ദൈവം എന്ന് എനിക്ക് മനസ്സിലായി. യോർദാനിന്റെ ഒഴുക്കിനെ നിലപ്പിച്ച ദൈവം ഈ ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ വിശ്വാസം അവളെ ഉയരങ്ങളിൽ എത്തിച്ചു. ഹല്ലേലൂയ. യെരിഹോ മതിൽ വീണപ്പോഴും മുതിർന്നവർ മുതൽ ഒരു കൊച്ചുകുട്ടി മുതൽ പ്രായമായവർ വരെ, മുല കുടിക്കുന്നവർ വരെ വീണു പോയപ്പോഴും രാഹാബ് എന്ന വേശ്യ, ഹല്ലേലൂയ, ഞാൻ ആവർത്തിക്കുക, രാഹാബ് എന്ന വേശ്യ അവൾ വിശ്വസിച്ച വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട് ഇസ്രായേലിനകത്തിരിക്കുക. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ചോദിക്കുക. ഹേ എന്റെ ഭൂതകാലമേ, നാറ്റം വെച്ച് കിടക്കുന്ന നിന്റെ പഴയ ജീവിതത്തെ നോക്കിയിട്ട് നീ പറ, നോ, ഞാൻ അതിനോട് ചാച്ച പറയുകയോ, ഞാൻ ഇന്ന് അടുത്തൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയോ. എന്റെ ഇന്നലകളെ നോക്കി എന്നെ ജഡ്ജ് ചെയ്യാത്ത, എന്റെ ഇന്നലകളെ നോക്കി എന്നെ മാർക്കിടാത്ത ഒരു ദൈവത്തെ ഞാൻ അറിയുകയോ. ഹല്ലേലൂയ. എന്റെ ഇന്നലകളെ നോക്കാതെ, എന്റെ കഴിഞ്ഞ ജീവിതത്തെ നോക്കി നീ ചീത്തയോ, നിന്നെ ഞാൻ എങ്ങനെ ഉപയോഗിക്കും? ഓ എന്റെ പ്രിയ പുത്രനെ, വചനം പറയുക, അവൻ സ്വർഗത്തിൽ തന്റെ പ്രിയ പുത്രനായിരുന്നു യേശു. ഹല്ലേലൂയ. എന്റെ പുത്രനെ അയക്കും. ഹല്ലേലൂയ. ഓ നിങ്ങൾ അറിയണം, ഇതൊരു മതത്തിന്റെ പരിപാടിയല്ല. ഇതൊരു മതത്തിന്റെ, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചെങ്കിൽ സോറി, ഇതൊരു മതത്തിന്റെ പരിപാടിയല്ല. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായിരുന്ന ഒരു 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, യഹൂദ മതത്തോടെ എതിരിട്ട്, ദൈവം നിയമത്താലല്ല സ്നേഹത്താലത്രേ ഈ ജനത്തെ വിളിക്കുന്നതെന്ന് പഠിപ്പിച്ച ഒരു യേശുവിന്റെ മാർഗമത്രേ ഇത്. ഹല്ലേലൂയ. ഇവിടെ ഒരു മതത്തെ പറയാനല്ല ഞാൻ വന്നത്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ മാറ്റി മറിക്കുന്ന, നിന്റെ ജീവിതത്തെ തിരുത്തി എഴുതാൻ പറ്റുന്ന, നിന്റെ ജീവിതത്തിൽ തെറ്റിപ്പോയി ഇനി രക്ഷയില്ല എന്ന് നീ പറഞ്ഞതിനെ എല്ലാം മാറ്റിയിട്ട് പുതിയത് എഴുതാൻ ശക്തിയുള്ള ഒരു ദൈവത്തെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ എന്റെ ജീവിതത്തെ ഈ ദൈവത്തിന് കൊടുക്കുകയാണ്? ഓ ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും, ഓ ശാന്തന. രാഹാബ് എന്ന വേശ്യയെ പറ്റി ഇന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അവൾ ഒരു കാര്യം ചെയ്തു. അവൾ തന്റെ വിശ്വാസത്തെ വെച്ച് മിണ്ടാതിരുന്നില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾ തൊട്ട് പറഞ്ഞേ, മിണ്ടാതിരിക്കരുത്, നീ സംസാരിക്കണം.
ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് പറ, നീ സംസാരിക്കണം, നീ മിണ്ടാതിരിക്കരുത്, നീ വിശ്വാസത്തെ പറ്റി പറയണം. ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളില്ലേ, യൗവനക്കാരില്ലേ, കുഞ്ഞുമക്കളില്ലേ, നിങ്ങളുടെ അമ്മമാരപ്പന്മാർ, അവരോട് പറഞ്ഞു കൊടുക്കണം, നിനക്ക് വിശ്വാസമുണ്ട് ശരിയാ, പക്ഷെ നീ വിശ്വാസത്തെ മടിക്കാതെ പറയണം, മടിക്കാതെ പറയണം. ഹല്ലേലൂയ, ജീസസ് നെയിം. നിങ്ങൾക്കറിയാമോ, ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പുതിയ കാര്യമൊന്നുമല്ല. ദാവീദിനെ എത്ര പേർക്കറിയാം? ഹല്ലേലൂയ. ദാവീദിനെ കൊള്ളാം, ദാവീദിനെ ആർക്കും അറിയത്തില്ല. ദാവീദിനെ നിങ്ങൾക്കറിയാം. ഗോലിയാത്തിനെ എത്ര പേർക്കറിയാം? യെസ്, ഗോലിയാത്തിനെ നിങ്ങൾക്കറിയാം. കൊള്ളാം, വെരി ഗുഡ്. ഗോലിയാത്തിനെ കൊന്നത് ദാവീദാന്ന് അറിയാം അല്ലേ? അറിയാം, അതും അറിയാം. പക്ഷെ ഇതൊന്നും അല്ല. ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തോട് വെല്ലുവിളിച്ച് എത്ര നാൾ അവിടെ ഇറങ്ങി വന്നിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. നോക്കിയ, ഇസ്രായേൽ ജനത്തിന്റെ സൈന്യം പടനിരത്തി നിരന്ന് നിൽക്കുകയാ. ഇസ്രായേലിന്റെ സൈന്യം മുഴുവൻ, അപ്പുറത്ത് ഗോലിയാത്തിന്റെ സൈന്യവും നിരന്ന് നിൽക്കുകയാ. പക്ഷെ പട നടക്കുന്നില്ല, പക്ഷെ യുദ്ധം നടക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? സൈന്യം നിരന്ന് നിൽക്കുന്നുണ്ട്. എന്താ കാര്യം? ഗോലിയാത്ത് നിവർന്നു നിൽക്കുകയാ ഈ രണ്ട് സൈന്യത്തിന്റെ നടുവില്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഗോലിയാത്ത് വന്ന് ഇങ്ങനെ നിൽക്കുക, ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിക്കുകയാ. ഹല്ലേലൂയ. രാഹാബിനെ രക്ഷിച്ച, രാഹാബിനെ അവളുടെ ഭൂതകാലത്തെ മാറ്റിക്കളഞ്ഞ, അവളെ മഹത്വം ധരിപ്പിച്ച, ചെങ്കടലിനെ രണ്ടാക്കിയ, യോർദാന്റെ ഒഴുക്കിനെ നിലപ്പിച്ചു കളഞ്ഞ ആ ദൈവത്തെ ഗോലിയാത്ത് ഇറങ്ങി വന്ന് നിന്ദിക്കുകയാ. രാവും പകലും ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിക്കുകയാ ഗോലിയാത്ത്. ഹല്ലേലൂയ. ഈ ഗോലിയാത്തിനെ എതിർക്കാൻ ഇസ്രായേൽ സൈന്യത്തിന്റെ ഒരു മനുഷ്യൻ പോലും മുന്നോട്ട് വരുന്നില്ല. ഹല്ലേലൂയ. ആ സമയത്താണ് നമ്മുടെ ദാവീദ് ആടുകളെയൊക്കെ മേയിച്ചിട്ട് സഹോദരന്മാരുടെ സുഖാന്വേഷണം തിരക്കി, സുഖം അന്വേഷിക്കുവാൻ പടയുടെ അടുത്തെത്തുന്നത്. അപ്പോഴാണ് ദാവീദ് കാണുന്നത്, കൊള്ളാം, ഗോലിയാത്ത് ഇറങ്ങി വരിക. അവൻ 40 നാൾ, എത്ര മിണ്ടിക്ക്, എത്ര 40, അവൻ 40 ദിവസം ഇറങ്ങി വന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ നിന്ദിക്കുകയാണ്. നിങ്ങൾ അറിയണം, എന്റെ ദൈവത്തിന് അതൊരു വിഷയമേ അല്ല. ഞാനിത് വായിച്ചപ്പോ വിചാരിച്ചിട്ടുണ്ട്, കർത്താവേ, ഞാൻ വല്ലതാണെങ്കിൽ എന്റെ ഈഗോ ഹർട്ടായേനെ. ഇത്രയും വലിയ ദൈവം, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച് വാഴുന്ന അത്യുന്നതനായ ദൈവം സിംഹാസനങ്ങളിൽ ഇരിക്കുമ്പോ വെറും ഒരു ഗോലിയാത്ത് ഇറങ്ങി വന്ന 40 ദിവസം ഈ ദൈവത്തെ നിന്ദിക്കുമ്പോ, സീരിയസ്ലി ഞാനായിരുന്നെങ്കിൽ ലൂസിഫറിനെ വെട്ടിയതുപോലെ എന്ന് പറഞ്ഞ് വെട്ടിയിട്ടേനെ. കമോൺ. ഹല്ലേലൂയ. പക്ഷെ എന്റെ ദൈവം അനങ്ങിയില്ല. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ? എന്റെ ദൈവം ഈ ഹർത്താവുന്ന ഒരു ദൈവമല്ല. ഈ സൂര്യനെ നോക്കി പട്ടി ഉരച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളെ പറ്റി, നിങ്ങളുടെ നോക്കിയ, എന്റെ ദൈവത്തിന്റെ ക്യാരക്ടർ ആയിരിക്കണം ദൈവത്തിന്റെ മക്കൾക്ക്. നിന്നെ പറ്റി ആരൊക്കെ നിന്ദ പറഞ്ഞാലും, നിന്നെ പറ്റി ആരൊക്കെ നിന്ദിച്ചാലും നീ പറയണം, എനിക്കറിയാം ഞാൻ ആരാണെന്ന്. നിന്റെ നിന്നെയൊന്നും എന്റെ രോമത്തിൽ തൊടത്തില്ല. കാരണം എന്നെ വിളിച്ചവൻ വിശ്വസ്തനോ. ഇന്ന് നീ കാണുമ്പോ ഞാൻ കുപ്പയിലായിരിക്കും, പക്ഷെ കുപ്പയിലും ഞാനൊരു മാണിക്യമോ എന്നെ ഉയർത്തുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ. എന്റെ ദൈവം മാനിക്കുന്ന ഒരു ദിവസം വരും. ജീസസ് നെയിം. എന്റെ ദൈവം അനങ്ങാതെ സിംഹാസനത്തിൽ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴ ഒരു ചെറുപ്പക്കാരൻ നോക്കിയ, രാജാവ് ശൗലൊക്കെ രാജകൊട്ടാരത്തിൽ പേടിച്ചു ഉറച്ചിരിക്കുകയോ. അപ്പോഴാ ദാവീദ് ഇറങ്ങി വന്ന് പറയുന്നത്, ഇവനെ ഞാൻ കൊല്ലാം, ഇവനെ ഞാൻ കൊല്ലാം. ശൗലാണെങ്കിൽ ഇങ്ങനെ അടിമുടി നോക്കുകയാ. കമോൺ, നിനക്കിത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നീ അവന്റെ കൈ കൊണ്ട് ചാകാതിരിക്കാൻ വേണമെങ്കിൽ എന്റെ പടച്ചട്ട ഞാൻ നിനക്ക് തരാം. ശൗല് ദാവീദിനോട് പറയുക, ദാവീദ് ഓക്കെ, പടച്ചട്ട രാജാവിന്റെ അല്ലേ, ഇട്ടേക്കാം എന്ന് പറഞ്ഞിട്ടപ്പോ ഇവൻ ഇത് വിട്ട് നടക്കാൻ പറ്റുന്നില്ല. കൂട്ടിമുട്ടുക, എത്തുന്നില്ല. അവനത് ഇടിക്കുക, അവനത് പാകമാകുന്നില്ല. ദാവീദ് എന്ത് ചെയ്തു? പടച്ചട്ടയൊക്കെ ഊരി മാറ്റി വെച്ചു. എന്നിട്ട് 5 കല്ലെടുത്തോണ്ട് വന്നു. അല്ലെ, അവൻ എന്താ എടുത്തത്? അവൻ കല്ലുകളെ എടുത്തോണ്ട് വന്നത്. ഹല്ലേലൂയ. അന്ന് ആ പട ഇറങ്ങിയ ആ ഗ്രൗണ്ടിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ ഇങ്ങനെ ഊഹിക്കുകയാണ്. നിങ്ങളത് ഊഹിക്കല്ല, ഞാൻ വായിച്ചത് വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഗോലിയാത്ത് അന്നും പതുപോലെ ഇറങ്ങി വന്ന് ദൈവത്തെ നിന്ദിക്കുകയാ. നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമല്ല, അങ്ങനെ ഒരു ദൈവമില്ല, അവന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇറങ്ങി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗോലിയാത്ത് നിന്ദിക്കുന്നുണ്ട്. പക്ഷെ അന്നൊരു വ്യത്യാസം ഉണ്ടായി.
ദാവീദ് എഴുന്നേറ്റ് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, നീ നിന്ദിച്ച ദൈവമില്ലേ, അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് സർവ്വഭൂമിയും അറിയും. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞത്, ദാവീദ് അവന്റെ ദൈവത്തെ നിന്ദിക്കുകയല്ല ചെയ്തത്, അവനെ പറ്റി പറയാൻ നീ ആരുടെ പറയാൻ എന്നല്ല ചോദിച്ചത്. ദാവീദ് ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഇത്രയും നാൾ നീ നിന്ദിച്ചില്ലേ, ആ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് ഇന്ന് നീ മാത്രമല്ല, ഇന്ന് സർവ്വ ലോകവും അറിയാൻ പോവുകയാ. ഹല്ലേലൂയ. നീ നിന്റെ കുന്തത്തിന്റെ ബലം കൊണ്ടല്ലേ വന്നത്, നീ നിന്റെ വാളിന്റെ ബലത്തിലല്ലേ വന്നത്. എനിക്ക് എടുക്കാൻ കുന്തമില്ല, എനിക്ക് എടുക്കാൻ വാളില്ല, എനിക്ക് ആരോഗ്യമില്ല, പൊക്കമില്ല, ഞാൻ രാജാവുമല്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, കാട്ടിൽ കരടിയെ കീറുവാൻ, സിംഹത്തെ കീറുവാൻ എന്റെ കയ്യിൽ ബലം തന്നൊരു ദൈവത്തെ എനിക്കറിയാം. ഓ ഹല്ലേലൂയ, ജീസസ് നെയിം. 40 നാൾ ഗോലിയാത്തിന്റെ നിന്ദ കേട്ട് അനങ്ങാതിരുന്ന സ്വർഗത്തിന്റെ സിംഹാസനം ചലിക്കാൻ തുടങ്ങി. ഓ നോ, ഹല്ലേലൂയ. ഗോലിയാത്തിന്റെ നിന്ദ കേട്ടാൽ എനിക്കൊരു വിഷയമില്ല, ഗോലിയാത്തിന്റെ നിന്ദ കേട്ടാൽ എന്നെ അത് ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ എന്റെ കുഞ്ഞ് ഞാൻ ജീവിക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്കത് തെളിയിക്കാൻ ഇറങ്ങി വരാതെ വയ്യ. ഹല്ലേലൂയ. പക്ഷെ എന്റെ കുഞ്ഞ് ഞാൻ ജീവിക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഇറങ്ങി വന്ന് തെളിയിക്കാതെ നിവർത്തിയില്ല. കാരണം നീ അറിയണം, വിശ്വസിക്കുന്നവർക്ക് ദൈവം മക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. ഓ റാബാശാഖരാബാശംധന. ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ കോളേജിൽ എനിക്കൊരു കൊളീഗ് ഉണ്ട്, ഇവളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കും, ഇവളെന്തിനാ അപ്പന്റെ കൂടെ നിൽക്കുന്നത്, ഇവളുടെ അമ്മയും സഹോദരിയും ഒക്കെ കൊല്ലത്താ, അവളിങ്ങ് തിരുവല്ലയില് അപ്പന്റെ കൂടെ നിൽക്കുന്നത്, ഒരു വലിയ ഫ്ലാറ്റ് ഒക്കെ എടുത്ത് അപ്പനും അവളും മാത്രം. ഞാൻ വിചാരിക്കും, ഓ എന്തിനായിരിക്കും അപ്പന്റെ കൂടെ മാത്രം നിൽക്കുന്ന, അമ്മേനെയും സഹോദരനെയൊക്കെ കാണാൻ കൊതി വന്നിട്ടില്ലേ, ഓ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു. ഒരു ദിവസം ഈ നമ്മുടെ അഡ്മിഷന്റെ, അടുത്ത പഠിത്തത്തിന്റെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ആയപ്പോ അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞു, നിനക്കറിയോ എന്റെ അപ്പൻ എനിക്ക് വേണ്ടി മരിക്കും. ഓ ഹല്ലേലൂയ. അവൾ എന്നോട് പറഞ്ഞു, നിനക്കറിയോ എന്റെ അപ്പൻ എനിക്ക് വേണ്ടി മരിക്കും. ഹല്ലേലൂയ. ഭൂമിയിലെ ഒരു അപ്പൻ മകൾക്ക് വേണ്ടി മരിക്കും എന്ന്, മരിക്കുന്ന ഒരുപാട് അപ്പന്മാര് കാണും അല്ലേ. എന്റെ അച്ഛനും ചിലപ്പോ എനിക്ക് വേണ്ടി മരിക്കുമായിരിക്കും. ആ പക്ഷേ അതല്ല വിഷയം. അത് വിളിച്ചു പറയുന്ന ഒരു മകളുടെ അല്ലെങ്കിൽ മകന്റെ മുഖത്ത് നോക്കി ഒരപ്പൻ മിണ്ടാതിരിക്കത്തില്ല. ഹല്ലേലൂയ. ഓ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. അത് വിളിച്ചു പറയാനുള്ള നിന്റെ വിശ്വാസത്തെ മാനിക്കും നിന്റെ അപ്പൻ. ഹല്ലേലൂയ. വിശ്വാസം 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 എന്ന് ഈ ബൈബിൾ ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിന്റെ വിശ്വാസം നീ പ്രഖ്യാപിക്കുന്നിടത്ത് നിന്റെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു അപ്പനുണ്ട്. ഹല്ലേലൂയ. കേവലം ദൈവമായിട്ട് ഭൂമിയിൽ ഇരിക്കുന്ന നീ മനുഷ്യനും ഞാൻ അങ്ങ് സ്വർഗത്തിലെ ദൈവവും എന്ന് പറയുന്ന ഒരു ദൈവത്തെ പറയാനല്ല ഞാൻ വന്നത്. ഹല്ലേലൂയ. ഞാൻ ദൈവമോ, സ്വർഗത്തിലിരിക്കുന്ന ദൈവം തന്നെയാ. പക്ഷേ എന്നെ കൈക്കൊണ്ട് എന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തേച്ചാ ഞാൻ ഇരിക്കുന്നത്. ഓ ആ വാക്യം എന്തുവാ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നല്ലവർക്ക്. എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ ഏവർക്കും ഒക്കെ ദൈവത്തിന്റെ മക്കളാവാൻ പറ്റുമോ? വിശ്വസിക്കുന്ന, നന്നായിട്ട് നടക്കുന്നവർക്ക്, നല്ല നടപ്പുള്ളവർക്ക്. അങ്ങനെയാണോ? അല്ല. വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ എന്തു കൊടുത്തു? ഈ വാക്യവും ഇതിന്റെ എക്സ്പ്ലനേഷനും എന്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം ഞാൻ പറയും. ഏതൊക്കെ സ്റ്റേജ് എനിക്ക് കിട്ടും അവിടെ എല്ലാം ഞാൻ പറയും. ഹല്ലേലൂയ. കാരണം എന്താ പറയോ, ഏവർക്കും ദൈവ മക്കളാകുവാൻ
അവൻ ഔദാര്യം കൊടുത്തെന്നല്ല. എന്ത് ഈസി ഔദാര്യം കൊടുക്കാൻ. ഒന്നുമില്ലാത്ത മനുഷ്യനെ, പാപിയായ മനുഷ്യനെ, വേശ്യയായിരിക്കുന്ന രാഹാബിനെ, ചുങ്കക്കാരനായിരിക്കുന്ന സക്കായിയെ, ഹല്ലേലൂയ, ഒരു മഗ്ദലക്കാരത്തി മറിയത്തിനെ എന്തിരിക്കുന്നു ഇവരോടൊക്കെ ഔദാര്യം കാണിച്ച പോലെ ജീവിക്കുന്ന ഏക സത്യ നിത്യ ദൈവമായ അങ്ങേക്ക് ഇവരോടൊക്കെ ഔദാര്യം കാണിച്ച പോലെ എന്തിനാ നീ ഇവർക്കൊക്കെ അധികാരം കൊടുത്തത്? ഹല്ലേലൂയ. 33.5 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഞാൻ മരിച്ചുയർത്തെഴുന്നേറ്റങ്ങ് പോകും. പക്ഷെ ഇവരില്ലേ, ഇവർ ഔദാര്യം പ്രാപിച്ചല്ല, ഇവർ അധികാരികളായിട്ട് എന്റെ നാമത്തെ പറയും. ഹല്ലേലൂയ. ഇന്ന് ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും വേറൊരു പണിയുമില്ലാത്തോണ്ടല്ല ഇവിടെ നിൽക്കുന്നത്. കാരണം ഞങ്ങൾ ഒരു അധികാരത്തിൽ നിന്ന് പറയുന്നത് കൊണ്ടാണ്. ഇന്നിവിടെ ഞങ്ങൾ ആരും ഔദാര്യം പ്രാപിച്ചു നിൽക്കുന്നവരല്ല. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ ഇന്നിവിടെ ഒരു സാക്ഷ്യമുണ്ട്. ഒന്നും നടക്കത്തില്ലെന്ന് വിചാരിച്ചെടുത്ത് ഉയർത്തി മാനിച്ചു വെച്ചൊരു ദൈവത്തെ പറ്റി ഞങ്ങൾക്ക് പറയാനുണ്ട്. എനിക്ക് പറയാൻ ഒരു നന്മയുമില്ലാതിരുന്നപ്പോഴും, എനിക്ക് പറയാൻ ഒന്നുമില്ലാതിരുന്നപ്പോഴും, എനിക്കൊരു സമ്പത്തുമില്ലാതിരുന്നപ്പോഴും, കുപ്പയിൽ കിടന്നപ്പോഴും എന്നെ നോക്കി നീ മാണിക്കമെന്ന് പറഞ്ഞു. ഓ ഹല്ലേലൂയ, ജീസസ് നെയിം, ഹല്ലേലൂയ. അവനെ കൈക്കണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ എന്തു കൊടുത്തു? അവൻ അധികാരം കൊടുത്തു. നിന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് അധികാരിയായിട്ടാ. ഹല്ലേലൂയ. ഒരു വിഷമം വരുമ്പോ, ഒരു വിഷയം വരുമ്പോ, ജീവിതം വലിയ പ്രശ്നങ്ങൾ അകപ്പെടുമ്പോ, മുറി പൂട്ടിയിരുന്ന പായ വിരിച്ച് മുട്ടുകുത്തി അയ്യോ എല്ലാം പോയെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിന് മുൻപ് സ്വർഗത്തിലേക്ക് നോക്കി ദാവീദിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാൻ എത്ര പേർക്ക് പറ്റും? ദാവീദിനെ പോലെ എന്ന് പറയാൻ. ഹല്ലേലൂയ. ഞാൻ നിന്റെ മകനാ, ഞാൻ നിന്റെ മകളാ. ഹല്ലേലൂയ. ഈ വിഷയം എനിക്ക് നീ മാറ്റി തന്നേ പറ്റൂ. ഇതൊരു ഔദാര്യം ചോദിക്കുന്നതല്ല, ഇതൊരു അധികാരിയുടെ ആവശ്യമാ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇന്നിവിടെ വേദനിച്ചു വന്നവരുണ്ടായിരിക്കും, തകർന്നു വന്നവരുണ്ടാകും, ജീവിതത്തിൽ എല്ലാ ലക്ഷ്യവും നഷ്ടപ്പെട്ടവരുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളോട് പറയാൻ എനിക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ. അപ്പൻ നിങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ ജീവിക്കുന്ന, സകലത്തെയും ഭരിച്ചു വാഴുന്ന ഒരപ്പൻ നിങ്ങൾ കൊണ്ടായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അധികാരത്തോടെ പ്രശ്നങ്ങളെ നോക്കി വിളിച്ചു പറയാം. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും, മിണ്ടിക്കെ ബാക്കിലിരിക്കുന്നവർ വരെ പറ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും. ഇത് പറഞ്ഞ പോരെ, ഇത് ചെയ്യാൻ പോവുകയാ. എഴുന്നേൽക്കാമോ ദൈവത്തിന്റെ സന്നിധിയിൽ? ഹല്ലേലൂയ. ഇത് പറഞ്ഞാ പോരാ, ഇന്ന് രാത്രി നമ്മൾ ഇത് ചെയ്യാൻ പോവുകയാ. ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ. വിശ്വസിക്കുന്ന ഏവർക്കും നീ ആരുമായിക്കൊള്ളട്ടെ, നീ എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ മരണപാശങ്ങൾ അഴിയണം, പിശാചിന്റെ ഗോപുരങ്ങൾ ഇന്ന് വീഴണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാചിന്റെ ഗോപുരങ്ങൾ ഇന്ന് അഴിഞ്ഞു വീഴണം. Oh, Jesus' name. Thank you, Lord. രക്തസ്രാവക്കാരിയായ സ്ത്രീയെ പറ്റി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇസ്രായേൽ മൊത്തം അവളെ അശുദ്ധ എന്നാ വിളിക്കുന്നത്. ഷീസ് അൺക്ലീൻ. അവളെ ആർക്കും തൊടാൻ പാടില്ല. അവളെ തൊട്ടാൽ തൊടുന്നവരും അശുദ്ധരായി പോകും. ഹല്ലേലൂയ. പക്ഷെ അവൾ അന്ന് ചെയ്തത് ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് അവൾ ചെയ്തത്. അവൾ പിന്നാലെ ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ പിടിച്ചു. പിടിക്കാൻ ആർക്കും പറ്റും. ഹല്ലേലൂയ. എനിക്ക് ഡൗട്ട് ഉണ്ട്, രക്തസ്രാവക്കാരിയെ സ്ത്രീ മാത്രമല്ല, അന്ന് ആ ക്രൗഡിൽ ഉണ്ടായിരുന്ന എത്രയോ പേര് യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രം തൊട്ടിട്ടുണ്ടാകും. അതല്ലേ നമ്മുടെ ശിഷ്യനും ചോദിച്ചത്? കർത്താവേ, that is a stupid question. അതൊരു തെറ്റായ ക്വസ്റ്റ്യൻ ആണ്. ക്രൗഡ് നിന്നെ തിങ്ങി ഞെരുക്കുകയാ, നിന്നെ തട്ടിയാ പോകുന്നേ. ഇതിന്റെ ഇടയിൽ നിന്നെ ആരെ തൊട്ടതെന്ന് ചോദിക്കുന്നത് ഒരു മണ്ടൻ ചോദ്യമല്ലേ? അല്ലേ സിസ്റ്ററെ? അല്ലേ? ഹല്ലേലൂയ. യെസ്, അതൊരു മണ്ടൻ ചോദ്യമാ. നീ എന്തിനാ കർത്താവേ അങ്ങനെ ചോദിക്കുന്നത്? യേശു എന്താ പറഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. എടാ മോനെ, എന്നെ തൊട്ട ഒരുപാട് പേര് കാണും, പക്ഷെ പ്രാപിക്കാൻ തീരുമാനിച്ച തൊട്ടത് ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രാപിക്കാൻ തീരുമാനിച്ച തൊട്ടവൾ ഒന്നേ ഉള്ളൂ.
ഇന്നിവിടെ ഒരുപാട് പേരുണ്ട്, പക്ഷെ പ്രാപിക്കും എന്ന് തീരുമാനിച്ചു വന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഓ, എന്റെ ജീവിതത്തെ നോക്കിക്കേ, ഞാൻ ഉറപ്പിച്ചു പറയുക, രാഹാബ് എന്നൊരു വേശ്യ, അവൾക്കൊരു കച്ചത്തുരുമ്പ് കിട്ടിയപ്പോൾ ഒറ്റക്കാരുടെ രൂപത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ സ്വന്തമായ രണ്ടുപേർ അവളുടെ വാതിൽ മുട്ടിയപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇതെന്റെ ആദ്യത്തെയും അവസാനത്തെയും കച്ചത്തുരുമ്പ. ഞാൻ എന്റെ പഴയ ജീവിതത്തെ ഉപേക്ഷിക്കുകയോ, ഞാൻ എന്റെ ദേശത്തെ ഉപേക്ഷിക്കുകയോ, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം ഞാൻ ഉപേക്ഷിക്കുകയോ. ഹല്ലേലൂയ, ആമേൻ. അവൾ തീരുമാനമെടുക്കുകയോ, ഞാൻ ഇന്ന് ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കും. ഹല്ലേലൂയ, ഞാൻ ഇന്ന് ഈ ദൈവത്തിന്റെ കൂടെ പോകും. ജീസസ് നെയിം. രക്തസ്രാവക്കാരിയായ സ്ത്രീയും ചെയ്തത് അതേ കാര്യമാ. ഒരുപാട് പേരെന്ന് യേശുവിനെ തൊട്ടു, പക്ഷെ ഇവൾ തീരുമാനിച്ചു വന്നാ തൊട്ടത്. കുരുടന്റെ കാഴ്ച കിട്ടുന്നത് ഞാൻ കണ്ടു, ചെകിടന്റെ കേൾവി കിട്ടുന്നത് ഞാൻ കണ്ടു, മുടന്തൻ എഴുന്നേൽക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ എന്റെ രോഗം മാത്രം സൗഖ്യമായില്ല. സാരമില്ല, അവന് സൗഖ്യമാക്കാൻ മനസ്സില്ലെങ്കിൽ സൗഖ്യമാകാൻ എനിക്ക് മനസ്സുണ്ട്. ഓ ഹല്ലേലൂയ. അവന് തരാൻ എനിക്ക് മനസ്സില്ലെങ്കിലും പിടിച്ചു വാങ്ങാൻ എനിക്ക് മനസ്സുണ്ട്. ഹല്ലേലൂയ. ഓ, എന്താ സിസ്റ്റർ ഇങ്ങനൊക്കെ പറയുന്നത്? ദൈവത്തിന് തരാൻ മനസ്സില്ലെങ്കിൽ എനിക്ക് അങ്ങനെ കിട്ടും. കാരണം വചനം പറയുന്നു, ബലാത്കാരികൾ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. അപ്പോഴും നിങ്ങൾ ചോദിക്കും, എന്താ സിസ്റ്റർ ഈ പറയുന്നത്? ദൈവത്തെ, സ്വർഗരാജ്യത്തെ എങ്ങനെ ഒരു മനുഷ്യന് ബലാത്കാരം ചെയ്യാൻ പറ്റും? അതിന്റെ അർത്ഥമാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ പ്രാപിക്കുമെന്ന ഉറപ്പോടെ, പ്രാപിക്കേണ്ടവനാണ് ഞാനെന്ന വിശ്വാസത്തോടെ, പ്രാപിക്കാൻ തക്കതായി രക്തസ്രാവക്കാരിയായ സ്ത്രീയെ പോലെ ഒന്ന് ബലാത്കാരേണ ഇത് പ്രാപിക്കാനെങ്കിൽ, ഓ, സ്വർഗം നിന്നെ പറ്റി സന്തോഷിക്കും. സ്വർഗം നിന്നെ പറ്റി സന്തോഷിക്കും. ദൈവത്തിന്റെ പ്ലാനിൽ ഇന്ന് നിനക്ക് അത്ഭുതം ലഭിക്കണമെന്ന് കാണത്തേയില്ല. പക്ഷെ നീ ഒന്ന് എഴുത, ഇന്ന് ഞാൻ പ്രാപിക്കാതെ മടങ്ങത്തില്ല, ഇന്ന് എന്റെ ജീവിതം മാറാതെ ഞാൻ പോകത്തില്ല. ഓ, ഇന്ന് ദൈവം എനിക്കിത് കൊണ്ടുവന്നാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനിന്നത് പ്രാപിക്കാതെ പോകത്തില്ല. കൃപയൊഴുകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ആരാധിക്കാൻ പോവുകയാണ് നമ്മൾ. ഈ ആലയത്തിന്റെ ഈ ഗ്രൗണ്ടിന്റെ ഈ അറ്റം മുതൽ അറ്റം വരേക്കും ദൈവത്തിന്റെ നദി ഒഴുകും എന്ന് വിശ്വാസമുള്ള എത്ര പേരുണ്ട്? ഓ ഹല്ലേലൂയ എന്ന് വിശ്വാസമുള്ള എത്ര പേരുണ്ട്? കണ്ണുകളടച്ച് യേശുവിന് ആരാധന കൊടുത്ത് തുടങ്ങിയാട്ടെ. ഇന്ന് സ്വർഗം വെളിപ്പെടാൻ പോവുകയാ. ഓ, നന്ദി രാജാ, കൃപയിറങ്ങട്ടപ്പ. ഓ, രക്തസ്രാവക്കാരിയായ സ്ത്രീയെ നോക്കി യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, മകളെ. ഓ ഹല്ലേലൂയ. ഇന്ന് അഭിന പറഞ്ഞതുപോലെ അവളെ നോക്കി വിളിച്ചത് മകളെ എന്ന്. ഓ കർത്താവേ, ഇതങ്ങനെ മകളായത്? ഇത്രയൊന്നും ശിഷ്യന്മാരെ പോലും നീ വിളിച്ചിട്ടില്ലല്ലോ, എങ്ങനെ മകളായി? ഇതൊരു വെളിപ്പാടാ. ഹല്ലേലൂയ. എന്റെ മക്കൾക്ക് മാത്രമേ എന്നിലുള്ള അധികാരങ്ങളെ ഉപയോഗിക്കാനുള്ള അവകാശമുള്ളൂ. ഓ ഹല്ലേലൂയ. രോഗസൗഖ്യം യേശുവിന്റെ ഉള്ളിലിരിക്കുന്ന അധികാരമാ. അത് യേശുവിന്റെ അനുവാദം പോലും ഇല്ലാതെ തീരുമാനിച്ചു വന്ന ഒരുവൾ വസ്ത്രത്തിന്റെ ആഗ്രഹത്തോടെ പ്രാപിച്ചപ്പോൾ നിങ്ങൾ അറിയണം, അവൾ ദാസത്വത്തിൽ നിന്ന് പുത്രത്വത്തിലേക്ക് കയറുക. അവളെ മകളാ. ഓ ഹല്ലേലൂയ. ഇന്ന് യേശുവിനെ അംഗീകരിച്ച, യേശുവിനെ വിശ്വസിച്ച, യേശുവിനെ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ മകനാ, ദൈവത്തിന്റെ മകളാ. ഹല്ലേലൂയ. ഇന്ന് അത്ഭുതത്തെ നിങ്ങൾ ചോദിച്ചു വാങ്ങിയേ പറ്റൂ. ഓ, ഇന്ന് നിങ്ങൾക്ക് ലഭിക്കത്തില്ല എന്ന് തോന്നുന്നതിനെ പോലും ഇന്ന് ദൈവത്തിൽ നിന്ന് നിങ്ങൾ ചോദിച്ചു വാങ്ങിയേ പറ്റൂ. ഓ ഹല്ലേലൂയ. കരങ്ങളെ തട്ടി അതിശക്തിയോടെ യേശുവിന് ആരാധന കൊടുക്കാമോ? ആരും മൗനം പാലിക്കരുത്. ഇന്ന് കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദിവസമത്രേ. ഇന്ന് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുന്ന ദിവസമത്രേ. ഓ താങ്ക് യു ലോർഡ്. ഓ താങ്ക് യു ലോർഡ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ചരിത്രത്തെ മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം ഇന്നിവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് വായിച്ചതുപോലെ വിശ്വസിക്കുന്ന ഏവർക്കും അത് ആരാണെങ്കിലും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാ. ഇന്ന് വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ദൈവശക്തി ഇന്ന് ഈ ഗ്രൗണ്ടിലുണ്ട്. ആ ദൈവശക്തി ഇന്ന് ഈ ഗ്രൗണ്ടിലുണ്ട്. ഒരുമിച്ച് നമുക്ക് ആ ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ?
എല്ലാവരും ആരും മൗനം പാലിക്കരുത്. അത് പാടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കട്ടെ. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഈ ജനത്തെ തൊട്ട് മതിയാകുമപ്പോ, അസ്ഥാനത്ത് ഇറങ്ങിയ മതിയാകുമപ്പോഴേ നാറ്റം നാച്ചതിന്റെ ജീവിതത്തെ സുഗന്ധമാക്കി മാറ്റുന്ന ദൈവം ഇവിടെ ഉണ്ട്. ഓ നിന്നെ എത്തി നോക്കിയാൽ പോലും ഒന്നിനും കൊള്ളത്തില്ലെന്ന് നിന്നെ പറ്റി പറഞ്ഞവർ, നീ ഉയരത്തില്ലെന്ന്, നീ രക്ഷപ്പെടത്തില്ലെന്ന് നിന്നെ നോക്കി പറഞ്ഞവർ, നിന്റെ ഭാവിയെ കണ്ട് അതിശയിക്കുന്ന ദിവസം വരും. നീന്തിട്ടല്ലാതെ കടപ്പാടാകരുതേ, അതുകൊണ്ടോളം പോരായേ, അലയോളം പോരായേ, അതുകൊണ്ടോളം പോരായേ, അലയോളം പോരായേ. നീന്തിട്ടല്ലാതെ കടപ്പാടാകരുതേ, ഓ നീന്തിട്ടല്ലാതെ കടപ്പാടാകരുതേ. എല്ലാവരും ശക്തിയോടെ യേശുവിനെ ആരാധന കൊടുക്കാമോ? അളവില്ലാതെ 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 നിറയണമേ യേശുവേ, അളവില്ലാതെ നിറയണമേ. Thank you Lord. Oh thank you Jesus. മഹത്വം വ്യാപരിക്കട്ടെ. ഈ ജനങ്ങളുടെ നടുവിൽ വ്യാപരിക്കട്ടെ. ഈ ജനങ്ങളുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ വ്യാപരിക്കട്ടെ. കടബാധ്യതകൾ അഴിയട്ടെ, കടബാധ്യതകൾ അഴിഞ്ഞു വീഴട്ടെ. ഉയരത്തില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളുടെ മധ്യേ ദൈവത്തിന്റെ നാമത്തെ ഉയർത്താൻ തുടങ്ങുമ്പോൾ അവന്റെ പ്ലാനുകൾ ഉയരാൻ പോവുകയോ, ഓ ശത്രു ഒരുക്കി വച്ചിരിക്കുന്ന പ്ലാനുകൾ അണിയാൻ പോവുകയോ. നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ, ഓ നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. അത് മുട്ടോളം പോരായേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ.